നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണ കംബാക്ക് ഇല്ല, റമൻറ്റോടെ ഇല്ല. ആഴ്സണൽ റയലിന് തീർത്തിരിക്കുകയാണ്. അത് ആദ്യ ഭാഗത്തിൽ മാത്രമല്ല, രണ്ടാം ഭാഗത്തിൽ സാന്റിയാഗോ ബെർണബൂവിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. 2-1 രണ്ടാം പാദ മത്സരം ആഴ്സണൽ വിജയിച്ചപ്പോൾ അഗ്രിഗേറ്റ് 1-5 തകർപ്പൻ വിജയവുമായിട്ട് അവരിതാ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. എന്തായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 15 വർഷക്കാലത്തിനിടയ്ക്ക് മൂന്നാം തവണ മാത്രമാണ് സെമി കടക്കാതെ പുറത്തായിരിക്കുന്നത്. ഇത്തവണ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കിലിയൻ എംബാപ്പയും വിനിയും റോഡ്രിഗോയും ബെല്ലിങ്ങാമും ഒക്കെ ചേരുമ്പോൾ ടീം പൊളിച്ചെടുക്കുമെന്ന് കരുതി. പക്ഷേ സെമി ഫൈനൽ പോലും കാണാതെ അവർ പുറത്തേക്ക് പോകുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ബുക്കായോ സാക്കയും ഗബ്രിയേൽ മാർട്ടിനെല്ലിയുമാണ് ആഴ്സണലിനായിട്ട് ഗോളുകൾ നേടിയതെങ്കിൽ വിനി ജൂനിയറാണ് റയൽ മാഡ്രിഡിൻ്റെ ഗോൾ കണ്ടെത്തിയിരുന്നത്. തിരിച്ചുവരവിന് വേണ്ടി സർവ്വം സമർപ്പിച്ച് കളിക്കാനൊരുങ്ങിയ റയൽ മാഡ്രിഡിന് വേണ്ടി ആദ്യ 11-ൽ റോഡ്രിഗോയും കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും ബെല്ലിങ്ങാമും ഒക്കെ ചേർന്നുകൊണ്ടാണ് മുന്നേറ്റങ്ങൾ നയിച്ചതെങ്കിൽ മറുഭാഗത്ത് സാക്കയും മെഴിനയും ഗബ്രിയേൽ മാർട്ടിനെല്ലിയും ചേർന്നുകൊണ്ടാണ് ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിച്ചത്. ബുക്കായോ സാക്കയ്ക്ക് പെനാൽറ്റി മിസ്സാവുന്നു, അതായത് കോർട്ടുവ തടയുന്നു. അതിൻ്റെ ഒരു ആവേശത്തിലൊക്കെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യ പകുതി കഴിയുമ്പോൾ കളി മാറുന്നു. റയലിന് അനുകൂലമായി വിധിച്ച പെനാൽറ്റി ആവട്ടെ പിന്നീട് ഓവർടേൺ ചെയ്യുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ 65-ാമത്തെ മിനിറ്റിൽ ബുക്കായോ സാക്കയുടെ ഗോൾ തൊട്ടു പിന്നാലെ ഗോളടിച്ചുകൊണ്ട് വിനി ഒപ്പം പിടിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ആവുമായിരുന്നില്ല. ആദ്യ പാദത്തിലെ കടം വലുതുണ്ടായിരുന്നു. അത് വീട്ടാൻ റയൽ മാഡ്രിഡിന് കഴിയാതെ പോകുമ്പോൾ അവസാന ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഗബ്രിയേൽ മാർട്ടിനെല്ലി ഗോളടിക്കുന്നു. 2-1 വിജയം. ശുഭം 5-1 തകർപ്പൻ അഗ്രിഗേറ്റ് വിജയവുമായിട്ട് ഇതാ ആഴ്സണൽ സെമി ഫൈനലിലേക്ക്, റയൽ മാഡ്രിഡ് UCL നിന്ന് പുറത്തേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് വീണ്ടും എത്താം.